ഹലോ ഗൈസ്, ADCB ബാങ്ക് മിനിമം ബാലൻസിൻ്റെ ഇഷ്യൂ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് അതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ബ്രോ 25 ദിറംസ് ഇത്ര വളരെ ചെറിയ എമൗണ്ട് ഒന്നല്ലോ, അല്ലെങ്കിൽ സാലറി ഞങ്ങൾ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ സോൾവ് ആവുക, എത്ര ദിറംസാണ് കട്ടാവുക, അതുപോലെ തന്നെ സേവിങ്സ്, കറണ്ട് അക്കൗണ്ട്, ഹൈക്ക് അക്കൗണ്ടൊക്കെ ഇപ്പോഴും ഇഷ്യൂ ഉണ്ടോ, 100 ദിറംസിന് തന്നെ കട്ടാവുന്നത്. ഇത്രയൊന്നും കോംപ്ലിക്കേറ്റ് നിങ്ങൾ ചിന്തിക്കേണ്ട. ഞാനിത് അവിടെ ഒരു പിക്ചർ ആഡ് ചെയ്യുന്നുണ്ട്. ഈ പിക്ചർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ChatGPT പോയിട്ട് അത് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് മലയാളം ട്രാൻസ്ലേഷൻ അടിച്ചു കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരും അവർ. അപ്പോൾ കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഏത് ADCB അക്കൗണ്ട് ആണെങ്കിലും ക്യാഷ് കട്ടാവാണ്ടിരിക്കണമെങ്കിൽ നിങ്ങളുടെ സാലറി മിനിമം 50,000 ആയിരിക്കണം. അല്ലെങ്കിൽ 50,000 താഴെയാണെങ്കിൽ സാലറി നിങ്ങൾക്ക് ADCB ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ADCB ലോണോ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മന്ത്ലി ഫ്രീ ആയിട്ടുള്ളൂ. ഇനി 25 ദിറംസ് കട്ടാവുന്നതായിരിക്കുക സാലറി ട്രാൻസ്ഫർ. അതായത് നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്ത സാലറി മാത്രമല്ല കൂട്ടുക, നിങ്ങൾ ബാങ്കിലോട്ട് നിങ്ങളെ കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യണം, WPS പ്രകാരമുള്ള സാലറി വരണം. ചില ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു സാലറി ഡെപ്പോസിറ്റ് ചെയ്താൽ മതിയോ. നിങ്ങൾ മന്ത്ലി ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വിഡ്രോ ചെയ്തുകൊണ്ട് അതുകൊണ്ട് കാര്യമില്ല. ബാങ്ക് ട്രാൻസ്ഫർ നിങ്ങൾ കമ്പനിയിൽ നിന്ന് സാലറി വന്നാൽ മാത്രമേ സാലറി അക്കൗണ്ടിൽ കണക്ക് കൂട്ടുള്ളൂ. അങ്ങനെ വരുന്നവർക്ക് 25 ദിറംസ് കട്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് ADCB അക്കൗണ്ട് ഉണ്ട്, നിങ്ങൾക്ക് സാലറി അക്കൗണ്ട് അല്ല, നിങ്ങൾ സാധാരണ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫറിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് എന്തായാലും 100 ദിറംസ് കട്ടാവും. ഓക്കെ, ഇനിയും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. ഓക്കെ, ബൈ.